ശ്രദ്ധിക്കുക. മഗ്രിബ് ജമാഅത്ത് എനിക്ക് ഈ റമദാനിൽ നഷ്ടപ്പെടൂല എന്ന് എല്ലാവരും തീരുമാനിക്കുക. അതിനൊന്നുകിൽ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്ന ഉടനെ തന്നെ ജമാഅത്ത് കണക്കാക്കി വേഗം പോകുക. അതിനേക്കാളൊക്കെ നല്ല എന്താ പറയുക, ആ തിരക്കൂട്ടിയുള്ള ഓട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയതല്ലേ. നിങ്ങൾ ഈ ഇക്കാമത്ത് കേട്ട പള്ളിയിലേക്ക് ഓടരുത് എന്നല്ലേ പറഞ്ഞത്? അലൈക്കും ബി സക്കീനത്തി വൽ വഖാർ. നിങ്ങൾ വളരെ ഗാംഭീര്യത്തോടെ അപ്പം ശാന്തമായി നടന്നു പോകണമെങ്കിൽ മഗ്രിബിൻ്റെ തൊട്ട് മുമ്പ് പൊയ്ക്കോളിൻ. വീട്ടിൽ നിന്നാണോ പോണത്, ജോലി സ്ഥലത്തുള്ളവരോടൊന്നും ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല. അവരൊക്കെ ഓരോരുത്തരുടെ കഴിവുകേടും ഒക്കെ റഹ്മാനായ റബ്ബിനറിയാലോ. ഒരു 2-3 കാരൊക്കെ ഒരു ടിഷ്യൂല് പൊതിഞ്ഞിട്ട് നിങ്ങളാണ് പോയിക്കോ. വെള്ളം പള്ളിയിൽ എന്തായാലും ഉണ്ടാവും. അവിടെ പോയി 1-ാം സഫിലിരിക്ക്. അവിടെ ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്ക്. ബാങ്ക് കൊടുക്കുന്നു, ബാങ്കിന് ഇജാബത്ത് പറയുന്നു. എത്രയാ മഹത്വം! അതിന് ശേഷം ദുആ ചെയ്യുന്നു. റമദാനില നോമ്പുകാരനാണ്, എന്തൊക്കെ മഹത്വമാണ്! 1-ാമത്തെ സഫിലാണ്. അവിടെ ഇമാമിൻ്റെ കൂടെ ആദ്യ തക്ബീറിൽ കിട്ടുകയാണ്, എല്ലാ അർത്ഥത്തിലും കിട്ടുകയാണ്. അതും കഴിഞ്ഞിട്ട് നീറ്റ് പോന്നൂടെ? അപ്പോൾ ഒരു കാരക്കും വെള്ളം കൊണ്ടുപോയാൽ പോരെ പള്ളിയിലേക്ക്. അപ്പോൾ മഗ്രിബ് ശ്രദ്ധിക്കുക. ഇനി ഇശാ ജമാഅത്ത് പലപ്പോഴും കളയും. അതെന്താ ഉദ്ദേശം? നല്ല ഓത്തുള്ള ഇമാമിനെ തെരഞ്ഞിട്ട് ദൂരമുള്ള പള്ളിയിലേക്ക് പോകുന്നുണ്ടോ എന്നാൽ നേരത്തെ പോയിക്കോ. ഞാൻ അതിനൊന്നും എതിരല്ല. നല്ല ഓത്ത് കേൾക്കാൻ ഞാനും ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം എന്താ, ഉറങ്ങാതെ നിൽക്കാലോ. കുറച്ച് ഓത്തൊരു നല്ല ഇമ്പുണ്ടെങ്കിൽ ഒക്കെ നല്ല തന്നെ പോയിക്കോളൂ, ഞാൻ അതിനെതിരല്ല. പക്ഷേ നിങ്ങൾക്ക് ഇശാ ജമാഅത്തിൻ്റെ അവ്വൽ തക്ബീർ കിട്ടുന്ന ഉറപ്പുള്ളടത്തേക്ക് പോയിക്കോളൂ. ഇല്ലെങ്കിലോ ഇശാ ജമാഅത്ത് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള പള്ളിയിൽ നിന്ന് ഇങ്ങനെ നടക്കുന്നുണ്ടാകും. ഞാൻ ഇവിടെ ഇങ്ങനെ ബ്ലോക്കിൽ കുടുങ്ങി നിൽക്കുക. എനിക്ക് തറാവി കിട്ടണം. തറാവിയ ഇവിടെ ഫർള് 1000 തറാവീഹിന് കൂലി കിട്ടൂല. ഒരു ഇശാക്കുള്ള ഫർള് ഒരു കൂലി. ഒരു ഇശാ ജമാഅത്ത് നിർബന്ധ നിസ്കാരത്തിൻ്റെ കൂലി 1000 തറാവീഹിന് കിട്ടൂല. ഫർള് തന്നെയാണ്. അതുകൊണ്ട് ഫർള് ജമാഅത്ത് നഷ്ടപ്പെടരുത്. ഇത് രണ്ടുമാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. മഗ്രിബി ഇങ്ങനെ പോകും, ഇശായി ഇങ്ങനെയും പോകും. രണ്ടും എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നോമ്പ് തുറന്നിട്ട് ഒന്നും കിട്ടും മയങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തോന്നുള്ളൂ. ആ മയക്കാണ് കുറച്ച് വൈകിയാൽ പുറപ്പെട്ട് ഒരു ബ്ലോക്കും കൂടി ആയാൽ പിന്നെ തറാവീഹിലേ എത്തുള്ളൂ, ഇശായിൽ പലപ്പോഴും എത്തൂല. അതുകൊണ്ട് അത് നല്ല ശ്രദ്ധ വേണം. അപ്പോൾ 2 ജമാഅത്ത് അങ്ങനെയില്ലേ. പിന്നെ സുബൈ പിന്നെ എല്ലാവരും ഏകദേശമൊക്കെ എത്തിക്കോളും. ആ നേരത്തെ ഒരു ചോറുണ്ടല്ലോ, ആ നേരത്തെ ഒരു ഫുഡുണ്ടല്ലോ. അതുകൊണ്ട് അധികം ആൾക്കാരും ഉണ്ടാവും. സാധാരണ 1-ാം സഫ് കിട്ടുന്നവർക്കൊന്നും മറ്റേ റമദാനിൽ 1-ാം സഫ് കിട്ടൂല. കാരണം അത് ഈ പിന്നെ RSPകൾ എന്നാ സാധാരണ പറയാ, റംസാൻ സ്പെഷ്യൽ പാർട്ടികൾ കൈയടക്കിയിട്ടുണ്ടാവും. ഓലെ ആദ്യം തന്നെ ഭക്ഷണമൊക്കെ അയച്ച് 1-ാം സഫിൽ വന്നിരിക്കുന്നുണ്ടാവും. നല്ല കാര്യം തന്നെ. കാരണം അതിനെ നമ്മൾ പരിഹസിക്കാനൊന്നും പാടില്ല. കാരണം അങ്ങനെ വരുന്നവനാണ് പിന്നെ അതിലങ്ങനെയാണ് നിന്നിട്ട് അള്ളാഹിൻ്റെ തൗഫീഖാണ് കിട്ടിയിട്ട് പിന്നെ ഓൻ 1-ാം സഫിൽ എന്നും ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാരില്ലേ. നമ്മളതിനൊന്നും കളിയാക്കല്ല. പറഞ്ഞപ്പോൾ ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ആരും ഇനി RSP എന്ന് പറഞ്ഞിട്ട് ആരെയും കളിയാക്കല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെയുള്ള ആ രൂപത്തിലും നമ്മുടേതായ കർമ്മങ്ങൾ നമുക്ക് നഷ്ടമാകരുത്. പിന്നെ ളുഹുർ അസ്റൊക്കെ നമ്മൾ നോക്കുക, ജമാഅത്ത് നമുക്ക് നഷ്ടമാകരുത്. ഇതെല്ലാവരും ശ്രദ്ധിക്കണം. ഇനി വേറൊരു കാര്യം എന്താണ്? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സക്കാത്തിൻ്റെ കണക്കുകൾ പലപ്പോഴും എല്ലാവരും നോക്കുക റമദാനിലാണ്. മഹാഭൂരിപക്ഷം അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം തന്നെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം. എൻ്റെ സക്കാത്തിൻ്റെ മുതലൊക്കെ ഇപ്പം എനിക്ക് കണക്കൂട്ടാം. ആദ്യമേ കണക്കൂട്ടി വെക്കുക. സദക്ക നിർബന്ധ സക്കാത്ത് ഒരു കോളം, സദക്ക മറ്റു സാധാരണമായ ദാനധർമ്മങ്ങൾ മറ്റൊരു കോളം. അതിലൊക്കെ നമ്മൾ കണക്കൂട്ടിയിടുക. എന്നിട്ട് അതൊക്കെ കൊടുക്കുമെന്ന് തീരുമാനിക്കുക. ഒരുപാട് പള്ളികൾ, മദ്രസകൾ നമ്മുടെ നാടുകളിൽ, ഒരുപാട് ആളുകൾ റമദാൻ മാസമായാൽ പാവപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മുടേതായ സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ വരും. അത് വരാതിരിക്കൂല. കാരണം റമദാൻ കൊണ്ട് ഒരുപാട് പ്രദേശങ്ങളിൽ അങ്ങനെ ഉണ്ടാകും. നമ്മളെ കൊണ്ട് കഴിയണത് കൊടുക്കുക. ആരും ഒന്നും ചീത്ത പറയാതെ നല്ല മനസ്സോടുകൂടി 10 ദിർഹമാണോ നിങ്ങളത് കൊടുത്താൽ മതി, എല്ലാവർക്കും കൊടുക്കുക. ആരെയും മടക്കണ്ട. കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചാലും വേണ്ടില്ല, എല്ലാവരെയും പരിഗണിക്കുക. നമുക്ക് എല്ലാവരും വേണല്ലോ. ഒക്കെ ഏത് പള്ളിയിലും ഏത് മദ്രസയിലും ഏത് പള്ളിക്ക് സ്ഥലം എടുക്കുന്നതിലും ഒരു തരി മണലോ ഒരു തരി സിമൻറ്റോ ഒരു തരി മണ്ണോ നമ്മളത് ഉണ്ടായിക്കോട്ടെ. ആരും അറിയാൻ പോകുന്നില്ലല്ലോ, നീയത്തെൻ്റെതല്ലേ. അതേപോലെ തന്നെ ഈ റമദാൻ നിർബന്ധമായും നമ്മുടെ സക്കാത്തിൻ്റെ ആഭരണത്തിൻ്റെ സക്കാത്തിൻ്റെ കാര്യത്തിൽ ഇപ്രാവശ്യം ഒരുപാട് തർക്കമുണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം ഇത്രയൊന്നും വിലയില്ലാത്ത കാലത്ത് തന്നെ ചില ആൾക്കാർ ഫത്വ കൊടുത്തിട്ടുണ്ടായിരുന്നു, അണിയുന്ന ആഭരണത്തിന് സക്കാത്ത് വേണ്ട. ആ മദ്ഹബിൽക്കാണ് കൂടിയ അപ്പം നല്ല ചാൻസാണ്. കാരണം ഇപ്പോൾ 1,00,000 എത്രയായിരം, 20-30 അള്ളാഹു അലം, ഒരു പവനായി. ഇപ്പോൾ 10.5 പവൻ എന്ന് പറയണമെങ്കിൽ തന്നെ 10.5 ലക്ഷം മിനിമം 12 ലക്ഷം ആയി സക്കാത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ കണക്ക് കൂട്ടുകയാണ് നമ്മൾ. പണ്ട് 10 പവൻ ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ 10 പവൻ എന്ന് പറയുമ്പോൾ
എത്ര 12 ലക്ഷത്തിൻ്റെ മുതലാളിയായി ഞാൻ. മുതലാളി എന്ന് പറഞ്ഞൂടാ, മുതലാളിച്ചിയായി. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? സക്കാത്തിൻ്റെ കണക്ക് വരുമ്പോൾ മാത്രം ആണുങ്ങളെ നിങ്ങൾ പെണ്ണുങ്ങളോട് പറയരുത് അതാ എൻ്റെതാണ്. സക്കാത്തിൻ്റെ കണക്ക് കൂട്ടുമ്പോൾ പറയും അതാ എൻ്റെതാ, എനിക്ക് ബാധ്യതയൊന്നുമില്ല. ആയിക്കോട്ടെ എൻ്റെതാണല്ലേ, എൻ്റെ ആങ്ങളൊക്കെ വീട് വെക്കുന്നുണ്ട്, ഞാൻ അതിനൊരു 5 ഭാഗം കൊണ്ടുപോയിട്ട് പണയം വെക്കട്ടെ, വിൽക്കട്ടെ, അത് എൻ്റെതാ. അപ്പം അത് എൻ്റെതാണ്. അവളത് കൈകാര്യം ചെയ്യാനൊരുങ്ങുമ്പോൾ അത് എൻ്റെതാന്ന് പറയാ. സക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് എൻ്റെതാന്ന് പറയാ. ഈ ഇരട്ടത്താപ്പ് നമുക്ക് പാടില്ല. അതാദ്യം തീരുമാനിച്ചോളി ആരതാ പൊന്നേന്ന്. കാരണം സക്കാത്ത് നിർബന്ധമാകുന്നതിൻ്റെ ഒന്നാമത്തെ ഷർത്ത് എന്താണ്? അൻ യകൂന മാലിക്കൻ, അവൻ ആ മുതലിൻ്റെ ഉടമയാകണം. ആരാ ഉടമ? അയാളാ സക്കാത്ത് കൊടുക്കേണ്ടത്. ആരാണോ ഉടമ അയാളാ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പം സക്കാത്ത് കൊടുക്കാൻ ആരാണോ സ്വർണത്തിൻ്റെ ഉടമ എന്ന് വീട്ടിൽ മുഷാവറ നടത്തി തീരുമാനിച്ചോളി. ആരാ ഉടമ? ആനാണോ ഉടമ? അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ കൊടുക്കുക, പൊട്ടിയതും പൊളിഞ്ഞതും വളഞ്ഞതൊക്കെ ആയ വളയും കമ്മലൊക്കെ ഉണ്ടാവും, ഇത് കൊണ്ടായിട്ടാണ് വിറ്റാളി. ആ പൈസന് സക്കാത്താണ് കൊടുത്തോളി. അതിനിപ്പോൾ ജ്വല്ലറിക്കാർ പൊന്നെടുക്കുമെന്ന് ആദ്യം ചോദിക്കണം കേട്ടോ. കാരണം ഇപ്പം എല്ലാവരും ഇത് വിൽക്കാൻ നോക്കുകയാണ്, നല്ല വിലയുള്ള സമയമല്ലേ പറഞ്ഞിട്ട്. അപ്പോൾ ജ്വല്ലറിക്കാരും ഒന്ന് പിറകോട്ടാണ്, ഇപ്പോൾ വാങ്ങണ്ടെന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, സക്കാത്തിൻ്റെ കാര്യം, ശമ്പളക്കാർ, സ്വർണത്തിൻ്റെ ആഭരണത്തിൻ്റെ കാര്യം. സ്വർണ്ണാഭരണത്തിൽ നമ്മളത് കൊടുക്കലാണ് നല്ലത്. കൊടുക്കണ്ടെന്ന് അഭിപ്രായമുള്ളവരും ഉണ്ട് ആഭരണത്തിനെ. പക്ഷെ ഒരു കാര്യം ഉറപ്പല്ലേ, നാളെ പരലോകത്തുനിന്ന് അഥവാ ഉണ്ട് എന്നാണെങ്കിലോ, സ്വർണത്തിന് ആഭരണത്തിന് സക്കാത്ത് ഉണ്ട് എന്നാണെങ്കിലോ, എന്നാ അള്ളാഹ് ജിന്നൊന്ന് പിന്നെ ദുന്യാവിൽക്കൊന്ന് തിരിച്ചയക്ക്, ഞാൻ അതൊന്ന് കൊടുത്തു വരട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ സക്കാത്ത് ഞാൻ നിശ്ചയിച്ചിട്ടില്ലല്ലോ, എന്തിനെ കൊടുത്തു എന്ന് എന്തായാലും അള്ളാഹ് ചോദിക്കൂല. അപ്പം ലാഭല്ലേ, അപ്പോൾ കൊടുത്തോളി, ഞാൻ ഇത് തർക്കിക്കണ്ട. ഞാൻ അപ്പം അങ്ങനെ പറയണ വലിയ മസലക്കൊന്നും പോണില്ല. ഞാൻ പറയാണെന്ത്, നിങ്ങളെല്ലാവരും കൊടുത്തോളി. കൊടുക്കാന്ന് പറഞ്ഞാൽ നല്ല കൊടുതി കൊടുക്കുക. പ്രാവശ്യം ഏത് വീട്ടിലും ഉണ്ടാവും ഒരു മിനിമം 10, 20, 30. ഡോക്ടറിൽ എത്രയെന്ന് കണക്കുണ്ടാവില്ല. എത്ര ലക്ഷത്തിൻ്റെ മുതലാളിച്ചികളാണ് നമ്മളെ പെണ്ണുങ്ങൾ എന്നറിയാം. സക്കാത്ത് അങ്ങനെ കൊടുക്കിക്കണം. ഒരുപാട് ആൾക്കാർക്ക് കിട്ടട്ടെ, ഒരുപാട് സംരംഭങ്ങൾ നടക്കട്ടെ, നല്ല നല്ല പാവപ്പെട്ട ആളുകൾക്കൊക്കെ നോക്കി കൊടുക്കുക. അത് പള്ളിക്കും മദ്രസക്കൊന്നും അല്ല കേട്ടോ സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് തന്നെയാണ്. ഫുഖറാവ് മിസ്കീനൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരിന്ന് ലോകത്ത് നിറഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ അവരെ തന്നെയാണ് കൂടുതലും നമ്മൾ പരിഗണിക്കേണ്ടത്. പിന്നെ ഒരു റമദാൻ കൊണ്ട് 2 റമദാൻ നേടാൻ നമ്മൾ പരിശ്രമിക്കണം. അതെങ്ങനെ? ഒരു റമദാനെ നമ്മളിപ്പോൾ വരുന്നുള്ളൂ, 2 റമദാൻ്റെ കൂലിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിച്ച വ്യക്തിയുടെ നോമ്പിൻ്റെ അതേ പ്രതിഫലം അയാൾക്കൊട്ടും കമ്മി വരാതെ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് കിട്ടും. അപ്പം 30 ദിവസം നമ്മൾ നോമ്പെടുക്കുന്നു, 30 നോമ്പിൻ്റെ കൂലി ഇൻഷാ അല്ലാഹ് 30 ആൾക്ക് മിനിമം നിങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നു, 30 നോമ്പിൻ്റെ കൂലി അവിടെയും കിട്ടി. അപ്പം 2 റമദാൻ കിട്ടിയതുപോലെ. എല്ലാവരും നോമ്പുറപ്പിക്കാൻ എത്ര അന്വേഷണങ്ങളാണ് വരാറെന്നറിയാം. എൻ്റെ ഫോണിൽ ഇതൊന്നും കൂടി ഉണ്ട് കേട്ടോ, ഇന്നുണ്ട്. പല പള്ളികളിൽ, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ഒരുപാട് പ്രദേശങ്ങളിലെ പള്ളികളിൽ കുഞ്ഞിത്തൊറ എന്ന് പറഞ്ഞിട്ടൊരു തുറയുണ്ട്, വലിയ തുറ എന്ന് പറഞ്ഞിട്ടൊരു തുറയുണ്ട്. നിങ്ങളറിയാൻ വേണ്ടി പറയുന്നത്, കുഞ്ഞിത്തുറക്ക് ഒരു മാസം ഒരു മിനിമം 2500 3000 ഒക്കെ വരുള്ളൂ ഒരു ദിവസം. വലിയ തുറയാണെങ്കിൽ ഒരു ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ഒരു 15 20,000 30,000 ഒക്കെയാണ് വരും. അപ്പോൾ ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ട് പല പാവപ്പെട്ട മഹല്ലുകളൊന്നും നമ്മൾക്ക് ഈ രംഗത്തുള്ളതുകൊണ്ട് നമുക്കൊക്കെ അങ്ങനെ ഫോണിൽ ഇങ്ങനെ വരും. അപ്പം ഞാൻ നിങ്ങളോട് പറയണേ, കഴിവുള്ളവരൊക്കെ ചെയ്തോളി. 2500 റുപ്യ ഒരു മഹലിലേക്ക് അയച്ചു കൊടുത്താൽ അവിടെ കൂടുന്ന ഒരു 10-100 ആൾക്കാർ അന്ന് നോമ്പുറക്കും. അവർ വല്ല തരിക്കഞ്ഞോ ചായേ വല്ല സമൂസേ ഒരു പിന്നെ പഴത്തിൻ്റെ കഷ്ണോ ഒരു ആപ്പിളിൻ്റെ കഷ്ണോ ഒരു ബത്തക്കൻ്റെ കഷ്ണോ ഒക്കെ ആയിരിക്കും, മതിയല്ലോ, നോമ്പ് തുറന്നില്ലേ. അതൊരു മിനിമം തുറക്കെങ്കിലും നമ്മൾ പരിശ്രമിക്കണം. അല്ല കൂടുതൽ കഴിയോ, ഒരു 15 30 ഒക്കെ അയച്ചു കൊടുക്കാൻ പറ്റുമോ? ബിരിയാണി ഇന്നോളൂ. അവർ 10-200 ആൾ നോമ്പുറപ്പിച്ച കൂലിയാണ് കേട്ടോ. ശ്രമിച്ചോളി. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ, ഒരു റമദാനേ നമുക്ക് വരുന്നുള്ളൂ. 2 റമദാനും 3 റമദാനും ഒക്കെ കിട്ടിയതുപോലെ എത്ര ആൾക്ക് നോമ്പ് തുറപ്പിക്കുന്നോ ഒരു മാസം, അത്ര നോമ്പിൻ്റെ കൂലി നമുക്ക് കിട്ടല്ലേ. അവരുടെ ഒന്നും കുറയൂല. ഈ വിധത്തിലും നമ്മൾ സൽക്കർമ്മനിരതമാവണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ട് നമ്മൾ അങ്ങോട്ട് ഒരുങ്ങി പരിശുദ്ധ റമദാനിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ അർത്ഥത്തിൽ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തുവാനും സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുവാനും എല്ലാ അർത്ഥത്തിലും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്
റബ്ബ് നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ മഅ അസ്സിഹ്ഹത്തി വൽ ആഫിയ.